ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 5ാം ക്ലാസ് ഫിഖ്ഹുൽ ഇസ്ലാം. അപ്പോൾ ഇവിടെ അഹ്കാമുൽ ഇസ്ലാം എന്നായിരിക്കും കാണുന്നത്. അപ്പോൾ അത് ബുക്കിൻ്റെ ആദ്യത്തെ പേര് അഹ്കാമുൽ ഇസ്ലാം എന്നായിരുന്നു. അതാണ് അപ്പോൾ എൻ്റെ കയ്യിൽ പഴയ ബുക്കാണ്. അപ്പോൾ ഫിഖ്ഹുൽ ഇസ്ലാമിൻ്റെ 1 മുതൽ 4 വരെയുള്ള ചാപ്റ്ററുകൾ നമ്മൾ മുമ്പ് റിവിഷൻ ചെയ്തു, ചോദ്യപേപ്പറിൽ വന്ന ചോദ്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അവിടുന്ന് അങ്ങോട്ടുള്ള ചോദ്യപേപ്പറും ആയിട്ടാണ് ഇന്നത്തെ ക്ലാസ്. നമുക്ക് വീഡിയോയിലൊക്കെ കിടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. ലിസ്സാഇമി ഫർഹത്താനി എന്ന പാഠഭാഗത്ത് നിന്ന് നോമ്പുകാരന് 2 സന്തോഷമുണ്ട് അല്ലേ? ഏതൊക്കെയാണ് നോമ്പുകാരൻ്റെ 2 സന്തോഷങ്ങൾ? നോമ്പുകാരൻ നോമ്പ് തുറക്കുമ്പോഴും പരലോകത്ത് തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴും ഉള്ള സന്തോഷമാണ് നോമ്പുകാരൻ്റെ 2 സന്തോഷം. അപ്പോൾ ഇതിൽ നോമ്പ് നോൽക്കൽ സുന്നത്തുള്ള ഒരു ദിവസം, ഇവിടെ ഓപ്ഷൻ എന്തൊക്കെ വന്നത്? വെള്ളി, ഞായർ, തിങ്കൾ. അപ്പോൾ ഇവിടെ നോമ്പ് നോൽക്കൽ സുന്നത്തുള്ളൊരു ദിവസം എന്താണ്? ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ, തിങ്കൾ വ്യാഴമാണ്. അപ്പോൾ ഓപ്ഷനിൽ ഇവിടെ തിങ്കളാണ് വന്നത്, മനസ്സിലാക്കുക. തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ. പിന്നെ അയ്യാമുൽ ബീളിൽ ഒക്കെ പിന്നെ പറയുന്നുണ്ട്, താഴെ പറയാം. നമുക്ക് അടുത്ത ചോദ്യം നോക്കിയിട്ട് അതിൻ്റെ കൂടെ വരുമ്പം പറയാം. അടുത്തത് എന്താണ്? ആശുറാ നോമ്പ് അനുഷ്ഠിച്ചാലുള്ള പ്രതിഫലം എന്ത്? ആശുറാ നോമ്പ് അനുഷ്ഠിച്ചാലുള്ള പ്രതിഫലം എന്ത്? ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ് വന്നത്. എന്താണ്? ആശുറാ നോമ്പ് അനുഷ്ഠിച്ചാൽ മുമ്പുള്ള ഒരു വർഷത്തെ ദോഷം പൊറുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആശുറാ നോമ്പ് അനുഷ്ഠിച്ചാൽ മുൻപുള്ള ഒരു വർഷത്തെ ദോഷങ്ങൾ പൊറുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മുൻപും ശേഷമുള്ള ഒരു വർഷത്തെ ദോഷങ്ങൾ പൊറുക്കപ്പെടും. ഏത് നോമ്പ് അനുഷ്ഠിച്ചാൽ? അറഫാ നോമ്പ് അനുഷ്ഠിച്ചാൽ മുമ്പും ശേഷവുമുള്ള ഒരു വർഷത്തെ ദോഷം പൊറുക്കപ്പെടും. നോമ്പ് സുന്നത്തുള്ള 5 ദിവസങ്ങൾ: അറഫ, ആശുറാ, തശുആ, ശവ്വാലിലെ 6 ദിവസം, ഓരോ മാസവുമുള്ള അയ്യാമുൽ ബീള്, അയ്യാമുസൂദ്, തിങ്കൾ വ്യാഴം, ബറാഅത്ത് ദിനം, മേറാജ് ദിനം തുടങ്ങിയ ദിവസങ്ങളിലൊക്കെ നോമ്പ് സുന്നത്തുള്ളതാണ്. അപ്പോൾ അവിടെ 5 എണ്ണം ചോദിച്ചാൽ നമ്മൾ 5 എണ്ണം എഴുതുക, മനസ്സിലാക്കുക. അടുത്തത് 60 വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്ന് അല്ലാഹു തആല അകറ്റും. ആരെയാണ്? ആരെങ്കിലും അല്ലാഹു തആലയുടെ മാർഗത്തിൽ സുന്നത്തു നോമ്പ് അനുഷ്ഠിച്ചാൽ. അപ്പോൾ അവിടെ ടിക്ക് ദ കറക്റ്റ് ആൻസർ ആണെങ്കിൽ വരുന്നതെങ്കിൽ കോളത്ത് ശരി അടയാളപ്പെടുത്താനാണെങ്കിൽ സുന്നത്ത് നോമ്പ് എന്നുണ്ടാവുള്ളൂ. സുന്നത്ത് നോമ്പ്, സുന്നത്ത് നിസ്കാരം, ഉംറ ചെയ്തവർ. അപ്പോൾ അവിടെ ഏതാണ്? സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചാൽ 60 വർഷത്തെ ദൂരം നരകത്തിൽ നിന്ന് അല്ലാഹു തആല അകറ്റും. ആരെങ്കിലും അല്ലാഹു തആലയുടെ മാർഗത്തിൽ സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചാൽ അവനെ 60 വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്ന് അല്ലാഹു തആല അകറ്റും, മനസ്സിലാക്കുക. അടുത്തത് എല്ലാ ചന്ദ്രമാസത്തിലും 13, 14, 15 ദിവസങ്ങളിലാണ് 13, 14, 15 ദിവസങ്ങളാണ് എന്ത്? ഓപ്ഷനിൽ അയ്യാമുസൂദ്, അയ്യാമുൽ ബീള്, യൗമുൽ ജുമുഅ, യൗമുൽ ബറാഅ, യൗമുൽ മേറാജ്, ഇങ്ങനെയൊക്കെ ഓപ്ഷൻ തരും. അപ്പം എല്ലാ ചന്ദ്രമാസത്തിലെയും 13, 14, 15 ദിവസങ്ങളാണ് എന്ത്? അയ്യാമുൽ ബീള്. ടിക്ക് ദ കറക്റ്റ് ആൻസറിൽ അത് വന്നാൽ അത് അടയാളപ്പെടുത്തുക. 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതാൻ വരികയാണെങ്കിലോ ദിവസങ്ങളാണ് ഡാഷ്, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക, അയ്യാമുൽ ബീള്. അതുപോലെ എല്ലാ ചന്ദ്രമാസത്തിലെയും 28, 29, 30 ദിവസങ്ങളാണ് ഡാഷ്, എന്താണ്? അയ്യാമുസൂദ്, മനസ്സിലാക്കുക. അതുപോലെ യൗമു അറഫ ദുൽഹിജ്ജ 9-നുള്ള നോമ്പാണ് യൗമു അറഫ. ആശുറാ മുഹറം 10 ആശുറാ, മനസ്സിലാക്കുക. താശുആ മുഹറം 9 താശുആ. യൗമുൽ ബറാഅ എന്ന് പറഞ്ഞാൽ ഷഅബാൻ 15 ആണ് യൗമുൽ ബറാഅത്ത് ദിനം.
യൗമുൽ മിഅ്റാജ്, മിഅ്റാജ് രാവ്, റജബ് 27, റജബ് 27. അപ്പം ഇത് നന്നായിട്ട് എല്ലാവരും മനസ്സിലാക്കി ദിവസങ്ങളും ഇത് അറബിയിൽ പറയുന്നതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. അപ്പം ഇതിൽ പിന്നെ ഒരു ചോദ്യം, എല്ലാ ആഴ്ചയിലുമുള്ള സുന്നത്ത് നോമ്പ്, എല്ലാ ആഴ്ചയിലുള്ള സുന്നത്ത് നോമ്പ് തിങ്കൾ വ്യാഴം ദിവസങ്ങളിലാണ് എല്ലാ ആഴ്ചയിലുമുള്ള സുന്നത്ത് നോമ്പ്. അതുപോലെ എല്ലാ മാസത്തിലും ഉള്ളത് അയ്യാമുൽ ബീലും അയ്യാമുസൂദും മനസ്സിലാക്കുക. നോമ്പിന്റെ മഹത്വം എന്നതിനെ കുറിച്ച് 5 വരിയിൽ എഴുതാൻ വന്നാൽ ഇതിൽ പറഞ്ഞ സുന്നത്ത് നോമ്പിനെ കുറിച്ചിട്ടുള്ളതും സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചാല പ്രതിഫലവും നോമ്പുകാരന് 2 സന്തോഷം, സുന്നത്ത് നോമ്പുള്ള ദിവസങ്ങൾ, അതൊക്കെ ചേർത്തിട്ട് 5 വരിയിൽ കുറയാതെ എഴുതാൻ ശ്രദ്ധിക്കുക. സുന്നത്ത് നോമ്പിൻ്റെ ഓരോ സുന്നത്ത് നോമ്പിൻ്റെയും ശ്രേഷ്ഠതൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ മനസ്സിലാക്കിയിട്ട് 5 വരിയിൽ കുറയാതെ എഴുതാൻ കഴിയണം. അടുത്തത്, തവാഫ് ചെയ്യുമ്പോൾ കഅബ ഷരീഫ് ഏത് ഭാഗത്താവണം? നമ്മൾ തവാഫ് ചെയ്യുകയാണെങ്കിൽ കഅബ ഷരീഫ് ഏത് ഭാഗത്താവണം? ഇടതു ഭാഗത്താവണം. കഅബ ഷരീഫ് ഇടതു ഭാഗത്താക്കണം. അപ്പോൾ ടിക്ക് ദ കറക്റ്റ് ആൻസർ വരികയാണെങ്കിൽ ഇടതു ഭാഗം, വലതു ഭാഗം, മുൻഭാഗം എന്നൊക്കെ വന്നാൽ ഇടതു ഭാഗം എന്നുള്ളതാണ് നമ്മൾ ശരി അടയാളപ്പെടുത്തേണ്ടത്, മനസ്സിലാക്കുക. ഒരു തവാഫിന് എത്ര തവണ ചുറ്റണം? ഒരു തവാഫിന് 7 പ്രാവശ്യം, കഅബാലയത്തിന് ചുറ്റും 7 പ്രാവശ്യം ചുറ്റണം. അതാണ് ഒരു തവാഫ്, മനസ്സിലാക്കുക. 7 പ്രാവശ്യം. ഓപ്ഷനാണെങ്കിൽ എണ്ണം മനസ്സിലാക്കുക. 7, 5, 6 ഒക്കെ തന്നിക്കുകയാണെങ്കിൽ അത് എഴുതുക, ഇല്ലെങ്കിൽ 7 പ്രാവശ്യം എന്ന് ഇതുപോലെ എഴുതുക, 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതുകയാണെങ്കിൽ. അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഖാസിം റളിയല്ലാഹു അൻഹു എവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്? എവിടെയാണ്? ജന്നത്തുൽ മുഅല്ല. മസ്ജിദുൽ ഹറാമിൻ്റെ വടക്ക് 700 മീറ്റർ അകലെയാണ്. മസ്ജിദുൽ ഹറാമിൻ്റെ വടക്ക് 700 മീറ്റർ അകലെയാണ് ജന്നത്തുൽ മുഅല്ല. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഖാസിമും പ്രിയ പത്നി ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും അന്ത്യവിശ്രമം കൊള്ളുന്നത്, മനസ്സിലാക്കുക. അപ്പോൾ ഇത് ഇവിടെ ഈ ചോദ്യ പേപ്പറിൽ വന്നത് ഖാസിം റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്നത് എവിടെ, പിന്നെ അതുപോലെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്നത് എവിടെയാണെന്ന് ചോദിച്ചാലോ ജന്നത്തുൽ മുഅല്ല എവിടെയാണ്? മസ്ജിദുൽ ഹറാമിൻ്റെ വടക്ക് 700 മീറ്റർ അകലെ മക്കയിലാണ് ജന്നത്തുൽ മുഅല്ല, മനസ്സിലാക്കുക. അടുത്തതാ, ഇഹ്റാമിൻ്റെ വസ്ത്രം, ഒരു തുണിയും പുതയ്ക്കാൻ ഒരു മേൽമുണ്ടും. ഒരു തുണിയും പുതയ്ക്കാൻ ഒരു മേൽമുണ്ടുമാണ്. നിങ്ങൾക്ക് പാഠഭാഗത്തിൽ ഇഹ്റാമിൻ്റെ വസ്ത്രം പറയുന്നത്, ചുറ്റി തുന്നിയ വസ്ത്രം ധരിക്കാൻ പാടില്ല, സ്ത്രീ കയ്യുറയും ഹിജാബും ധരിക്കാൻ പാടില്ല, പുരുഷൻ തല മറയ്ക്കാൻ പാടില്ല. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് പുരുഷൻ്റെ വസ്ത്രത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇഹ്റാമിൽ ഒരു തുണിയും പുതയ്ക്കാൻ ഒരു മേൽമുണ്ടുമാണ്, മനസ്സിലാക്കുക. അടുത്ത്, ഇഹ്റാം ചെയ്താൽ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെ? ഇഹ്റാം ചെയ്താൽ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇഹ്റാം ചെയ്താൽ സുഗന്ധം പുരട്ടാൻ പാടില്ല, എണ്ണ ഇടാൻ പാടില്ല, നഖം വെട്ടാൻ പാടില്ല, മുടി മുറിക്കാൻ പാടില്ല, പുരുഷന്മാർക്ക് തല മറക്കാനും ചുറ്റി തുന്നിയ വസ്ത്രം ധരിക്കാനും പാടില്ല, സ്ത്രീകൾക്ക് മുഖം മറയ്ക്കാനും കയ്യുറ ധരിക്കാനും പാടില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പാഠഭാഗത്തിൽ ഇഹ്റാമിൽ നിന്ന് തഹല്ലുലായതിനു ശേഷം ഇതൊക്കെ ചെയ്യാമെന്നാണ് അമീർ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഇഹ്റാം ചെയ്താൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ മനസ്സിലാക്കുക, അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ സുഗന്ധം പുരട്ടാം എന്നൊക്കെയാണ് പറയുന്നത് പാഠത്തിൽ. അപ്പം അത് ഇഹ്റാം ചെയ്താൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആവണം, നമ്മൾ മനസ്സിലാക്കണം. സുഗന്ധം പുരട്ടാൻ പാടില്ല, എണ്ണ ഇടാൻ പാടില്ല, നഖം വെട്ടാൻ പാടില്ല. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അപ്പോൾ പാഠത്ത് പറയുന്നുണ്ട്, എന്താ പറയുന്നത്? എത്രാമത്തെ പാഠഭാഗമാണത്? 6ാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട്. എന്താണ്? അൽ ഉംറത്തു ഇലൽ ഉംറത്തിൽ കഫാറത്തു ലിമാ ബൈനഹുമാ വൽ ഹജ്ജ് വൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. എന്താണ്? ഒരു ഉംറ മുതൽ അടുത്ത ഉംറ വരെയുള്ള എല്ലാ ദോഷങ്ങളും അല്ലാഹു തആല പൊറുക്കും. ഉംറയുടെ പ്രതിഫലം എന്തെന്ന് ചോദിച്ചാൽ ഒരു ഉംറ മുതൽ അടുത്ത ഉംറ വരെയുള്ള എല്ലാ ദോഷങ്ങളും അല്ലാഹു തആല പൊറുക്കും, മനസ്സിലാക്കുക.
യാത്രക്കിറങ്ങുമ്പോൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? അസ്തൗദിയല്ലാഹു ദീനക വ അമാനതക വ ഖവാതിമ അലൈക സവ്വദകല്ലാഹു തഖ്വ വ യസ്സറ ലക്കൽ ഖൈറ ഹൈസുമാ കുന്ത. ഇതാണ് യാത്രക്കിറങ്ങുമ്പോൾ ദുആ ചെയ്യേണ്ടത്. എല്ലാവരും പരസ്പരം പറയണം. മനസ്സിലാക്കുക. അപ്പം അതിൽ നിന്ന് തന്നെ വേറെ ചോദ്യം വന്നിട്ടുണ്ട്. ജന്നത്തുൽ മുഅല്ലയിൽ ആരെല്ലാം അന്ത്യവിശ്രമം കൊള്ളുന്നു? ആരെല്ലാമാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ഖദീജ ബീവിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഖാസിം റളിയല്ലാഹു അൻഹു എന്നിവരുമാണ് ജന്നത്തുൽ മുഅല്ലയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത്. മനസ്സിലാക്കുക. അടുത്തത്, ഉംറക്ക് ഇഹ്റാം ചെയ്ത 3 സ്ഥലങ്ങൾ എഴുതുക. അതായത് നിങ്ങളെ പാഠഭാഗത്തിൽ അവർ ഉംറക്ക് പോയി 3 സ്ഥലങ്ങളിൽ ഇഹ്റാം ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതവിടെയാണ്. 1, തൻഈമിലെ മസ്ജിദുൽ ആയിഷയിൽ പോയി ഇഹ്റാം ചെയ്തു. തൻഈമിലെ മസ്ജിദുൽ ആയിഷയിൽ പോയി ഇഹ്റാം ചെയ്തു, ഉംറ നിർവഹിച്ചു. പിറ്റേന്ന് ജറാനയിലും തൊട്ടടുത്ത ദിവസം ഹുദൈബിയയിലും പോയി ഇഹ്റാം ചെയ്ത് 2 ഉംറകൾ കൂടി നിർവഹിച്ചു. അപ്പോൾ ഇഹ്റാം ചെയ്ത സ്ഥലങ്ങൾ തൻഈമിലെ മസ്ജിദുൽ ആയിഷ, ജറാനിലും ഹുദൈബിയയിലും 3 സ്ഥലങ്ങളിലാണ് ഇഹ്റാം ചെയ്തത്. മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? അൻപത് തവാഫ് ചെയ്താലുള്ള പ്രതിഫലം എന്ത്? 50 തവാഫ് ചെയ്താലുള്ള പ്രതിഫലം എന്താണ്? 50 തവാഫ് ചെയ്താൽ പ്രസവിച്ച കുഞ്ഞിനെ പോലെ പാപമില്ലാത്തവരായി തീരുമെന്ന് ഹദീസിലുണ്ട്. നവജാത ശിശുവിനെ പോലെ. മനസ്സിലാക്കുക. 50 തവാഫ് ചെയ്താൽ പ്രസവിച്ച കുഞ്ഞിനെ പോലെ പാപമില്ലാത്തവരായി തീരുമെന്ന് ഹദീസിലുണ്ട്. അടുത്തത്, ഹജ്ജിൻ്റെ നിയ്യത്ത്. ഹജ്ജിൻ്റെ നിയ്യത്ത് ഏത്? നവൈത്തുൽ ഹജ്ജ വഅഹ്റംതു ബിഹി ലില്ലാഹി തആല എന്ന് മനസ്സിൽ കരുത്. അതാണ് ഇഹ്റാം. ഹജ്ജിൻ്റെ ഇഹ്റാം നിയ്യത്ത്. മനസ്സിലാക്കുക. ഹജ്ജിന് ഇഹ്റാം ചെയ്യേണ്ടത് ദുൽഹിജ്ജ ഏത് ദിവസം? ദുൽഹിജ്ജ എത്രയിലാണ് ഹജ്ജിന് ഇഹ്റാം ചെയ്യേണ്ടത്? ദുൽഹിജ്ജ 8-ന് ഹജ്ജിന് ഇഹ്റാം ചെയ്തു. ദുൽഹിജ്ജ 8. മനസ്സിലാക്കുക. പിന്നെന്താണ്? ദുൽഹിജ്ജ എത്രക്കാണ് അറഫയിലേക്ക് നീങ്ങേണ്ടത്? അറഫയിലേക്ക് പോകേണ്ടത് ദുൽഹിജ്ജ എത്രക്കാണ്? ദുൽഹിജ്ജ 9-ന് പുലർച്ചെ ഞങ്ങൾ അറഫയിലേക്ക് നീങ്ങി. ദുൽഹിജ്ജ 9-ന് പുലർച്ചെ ഞങ്ങൾ അറഫയിലേക്ക് നീങ്ങി. മിനായിൽ രാപ്പാർക്കണം. എന്താണ് മിനായിൽ രാപ്പാർക്കേണ്ടത്? ദുൽഹിജ്ജ 9-ാം രാവിന് 9 രാവിനാണ് മിനായിൽ രാപ്പാർക്കേണ്ടത്. ദുൽഹിജ്ജ 8-ന് ഇഹ്റാം ചെയ്ത് ടെൻറ്റുകളുടെ നഗരമായ മിനായിലേക്ക് പോയി. 9-ന് രാവിന് മിനായിൽ രാപ്പാർക്കണം. അവിടെ നിന്ന് ദുൽഹിജ്ജ 9 പുലർച്ചെ അറഫയിലേക്ക് നീങ്ങണം. അപ്പോൾ ഇവിടെ മിനായിലേക്ക് മക്കയിൽ നിന്ന് 6 കിലോമീറ്റർ. മിനായിലേക്ക് മക്കയിൽ നിന്ന് 6 കിലോമീറ്റർ അകലെയാണ് മിന താഴ്വര. മിന താഴ്വര. മനസ്സിലാക്കുക. മിന താഴ്വരയിൽ നിന്ന് അറഫയിലേക്ക്, മിനായിൽ നിന്ന് അറഫയിലേക്ക് 10 കിലോമീറ്റർ. 10 കിലോമീറ്റർ. ജബലുർ റഹ്മ. ജബലുർ റഹ്മ എന്താണ് പ്രത്യേകത? എന്താണ്? അറഫയിൽ വെച്ചുള്ള ദുആ അല്ലാഹു തആല സ്വീകരിക്കും. അറഫയിൽ വെച്ചുള്ള ദുആ അല്ലാഹു തആല സ്വീകരിക്കും. അറഫയിലാണ് ജബലുർ റഹ്മ. ജബലുർ റഹ്മയിൽ കയറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ച് ധാരാളം ദുആ ചെയ്തിട്ടുണ്ട്. അറഫയിലാണ് ജബലുർ റഹ്മ. അറഫയിൽ വെച്ചുള്ള ദുആ അല്ലാഹു തആല സ്വീകരിക്കും. മനസ്സിലാക്കുക. അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് പോയി എന്ന് ദുൽഹിജ്ജ 10-ന്. ദുൽഹിജ്ജ
10-ന് അറഫയിൽ നിന്ന് മുസ്തലിഫയിലേക്ക്. അറഫയിൽ നിന്ന് 6 കിലോമീറ്റർ ആണ് മുസ്തലിഫയിലേക്ക്. 10-ന്റെ രാവിലെ അവിടെ രാപ്പാർത്തു. പാതിരാത്രിക്ക് ശേഷം അല്പം രാപ്പാർത്തു. അവിടെ നിന്ന് ജംറകളെ എറിയാനുള്ള കല്ലുകൾ ശേഖരിച്ചു. എവിടെ നിന്നാണ് ജംറകളെ എറിയാനുള്ള കല്ലുകൾ ശേഖരിക്കേണ്ടത്? മുസ്തലിഫയിൽ നിന്ന്. മുസ്തലിഫയിൽ നിന്നാണ് ജംറകളെ എറിയാനുള്ള കല്ലുകൾ ശേഖരിക്കേണ്ടത്. അങ്ങനെ ദുൽഹിജ്ജ 10-ന് രാവിലെ മിനായിലേക്ക് വീണ്ടും പോയി ജംറത്തുൽ അക്ബയെ 7 തവണ കല്ലെറിഞ്ഞു. ദുൽഹിജ്ജ 10-ന് രാവിലെ ജംറത്തുൽ അക്ബയെ 7 തവണ കല്ലെറിഞ്ഞു. മുസ്ദലിഫയിൽ നിന്നാണ് ജംറകളെ എറിയാനുള്ള കല്ലുകൾ ശേഖരിക്കേണ്ടത്. എവിടെ നിന്നാണ് ജംറത്തുൽ അക്ബയെ എറിയാനുള്ള കല്ലുകൾ ശേഖരിക്കേണ്ടത്? മുസ്ദലിഫയിൽ നിന്നാണ്. മനസ്സിലാക്കുക. 7 തവണ കല്ലുകൾ എറിഞ്ഞ് ശേഷം ബലികർമ്മം നടത്തി. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെയും സ്മരണകൾ അയവിറക്കി ബലികർമ്മം നടത്തി. മുടി കളഞ്ഞു. തവാഫ് സഅയും ചെയ്തു. മക്കയിലെത്തി തവാഫും സഅയും ചെയ്തു. ഇഹ്റാമിൽ നിന്ന് തഹല്ലുലായി. അയ്യാമുത്ത് തശ്രീഖിന്റെ ദിവസങ്ങളിൽ മിനായിൽ രാപ്പാർത്തു. 3 ദിവസം മിനായിൽ രാപ്പാർത്തു. അയ്യാമുത്ത് തശ്രീഖിന്റെ ദിനങ്ങളിൽ 3 ജംറകളെ എറിഞ്ഞു. പിന്നീട് തവാഫുൽ വിദാ ചെയ്തു പരിശുദ്ധ കഅബയോട് വിട പറഞ്ഞു. തവാഫുൽ വിദാ അയ്യാമുത്ത് തശ്രീഖിന്റെ ദിവസങ്ങളിൽ മിനായിൽ 3 ദിവസം രാപ്പാർത്തിട്ടുണ്ട്. അപ്പം 3 ദിവസം രാപ്പാർത്തു എന്നാണ്. അയ്യാമുത്ത് തശ്രീഖിന്റെ ദിവസങ്ങളിലാണ് മിനായിൽ രാപ്പാർക്കുന്നത്. അവിടുന്ന് തവാഫുൽ വിദാ ചെയ്ത് പരിശുദ്ധ കഅബയോട് വിട പറയും. തവാഫുൽ വിദാവോടെ ഹജ്ജ് കർമ്മം പൂർത്തിയാകും. മനസ്സിലാക്കുക. അപ്പോൾ ഈ 2 പാഠങ്ങളിൽ നിന്നായിട്ട് ഹജ്ജും ഉംറയും 5 വരിയിൽ കുറയാതെ എഴുതാൻ വരും. ഉംറയുടെ രൂപം, ഹജ്ജിൻ്റെ രൂപം എന്ന് പറഞ്ഞിട്ട്. അപ്പം നമുക്ക് ഹജ്ജിൻ്റെ രൂപം ഉംറയുടെ രൂപം എഴുതാൻ കഴിയണം. മനസ്സിലാക്കുക. ഹജ്ജിൻ്റെ രൂപം നമുക്ക് ഇങ്ങനെ എഴുതാം. നബൈത്തുൽ ഹജ്ജ് വഹ്റംതു ബിഹി ലില്ലാഹി തആല എന്ന് നിയ്യത്ത് മനസ്സിൽ കരുതി ദുൽഹിജ്ജ 8-ന് ഇഹ്റാം ചെയ്തു. ഹജ്ജിന് ഇഹ്റാം ചെയ്തു. ദുൽഹിജ്ജ 8-ന് ഇഹ്റാം ചെയ്തു. ടെന്റുകളുടെ നഗരമായ മിനായിലേക്ക് നീങ്ങി. ദുൽഹിജ്ജ 9-ന്റെ രാവിൽ മിനായിൽ രാപ്പാർത്തു. 9-ന് മിനായിൽ രാപ്പാർത്തു. ദുൽഹിജ്ജ 9-ന് പുലർച്ചെ അറഫയിലേക്ക് നീങ്ങി. 9-ന് പുലർച്ചെ അറഫയിലേക്ക് നീങ്ങി. അറഫയിൽ നിന്ന് ദുൽഹിജ്ജ 10-ന് മുസ്തലിഫയിലേക്ക് പോയി. അവിടെ പാതിരാത്രിക്ക് ശേഷം അല്പം രാപ്പാർത്തു. അവിടെ നിന്ന് ജംറകളെ എറിയാനുള്ള കല്ലുകൾ ശേഖരിച്ചു. ദുൽഹിജ്ജ 10-ന്റെ രാവിലെ. ദുൽഹിജ്ജ 10-നു രാവിലെ. ഇവിടെ രാവിലാണ് കേട്ടോ. പിന്നെ 10-നു രാവിലെ വീണ്ടും മിനായിലേക്ക് പോയി തക്ബീർ മുഴക്കി 7 കല്ലെറിഞ്ഞു. ജംറത്തുൽ അക്ബയെ 7 കല്ലെറിഞ്ഞു. പിന്നീട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെയും സ്മരണകൾ അഴിവിറക്കി ബലികർമ്മം നടത്തി. മുടി കളഞ്ഞു. മക്കയിലെത്തി തവാഫും സഅയും ചെയ്തു. ഇഹ്റാമിൽ നിന്ന് തഹല്ലുലായി. അയ്യാമുത്ത് തശ്രീഖിന്റെ ദിവസങ്ങളിൽ മിനായിൽ രാപ്പാർത്തു. 3 ദിവസം 3 ജംറകളെ എറിഞ്ഞു. പിന്നീട് തവാഫുൽ വിദാ ചെയ്തു. ഇത്രയാണ് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ. ഇത്രയും എഴുതി ഹജ്ജിൻ്റെ കർമ്മത്തിൻ്റെ 5 വരിയിൽ കുറയാതെ എഴുതാനുള്ളത് നമുക്ക് പൂർത്തിയാക്കാം. അടുത്തത് നമുക്ക് ഉംറയുടെ രൂപം. എന്താ ചെയ്ത ഇഹ്റാം ചെയ്തു. ഇഹ്റാം എന്താണ്? നവൈത്തുൽ ഉംറത വഹ്റംതു ബിഹാ ലില്ലാഹി തആല. ഞാൻ അല്ലാഹു തആലക്ക് ഞാൻ ഉംറ നിർവഹിക്കാൻ കരുതി. ഉംറ കൊണ്ട് ഞാൻ ഇഹ്റാം ചെയ്തു. ആദ്യം ഇഹ്റാം ചെയ്ത് മക്കയിലെത്തി. മക്കയിൽ നിന്ന് മത്താഫിലേക്ക് ഇറങ്ങി. കഅബ ഷരീഫ ഇടതു ഭാഗത്താക്കിയാൽ ഹജറുൽ അസ്വദിനു നേരെ നിന്നു. കഅബാലയത്തിന് ചുറ്റും അല്ലാഹു തആലക്ക് 7 പ്രാവശ്യം തവാഫ് ചെയ്തു.
7 പ്രാവശ്യം തവാഫ് ചെയ്യുന്നു എന്ന് ഞാൻ കരുതി തവാഫ് തുടങ്ങി. 7 തവണ കഅബയെ തവാഫ് ചെയ്ത് മഖാം ഇബ്രാഹിമിൻ്റെ പിന്നിൽ നിന്ന് തവാഫിൻ്റെ 2 റക്അത്ത് നിസ്കരിച്ചു. സഫ മർവക്കിടയിൽ 7 തവണ സഈ ചെയ്തു. സഫ മർവക്കിടയിൽ 7 തവണ സഈ ചെയ്തു. സഈന് ശേഷം മുടി കളഞ്ഞ് ഉംറയിൽ നിന്ന് തഹല്ലുലായി. സഈന് ശേഷം മുടി കളഞ്ഞ് ഉംറയിൽ നിന്ന് തഹല്ലുലായി. എത്രയാണ് ഉംറയെക്കുറിച്ചിട്ട് 5 വരിയിൽ കുറയാതെ എഴുതേണ്ടത്. മസ്ജിദുൽ ഹറാമിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ എന്താണ്? 1 റക്അത്തിന് 1,00,000 പ്രതിഫലമുള്ള മസ്ജിദാണ്. 1 റക്അത്തിന് 1,00,000 പ്രതിഫലമുള്ള മസ്ജിദാണ് മസ്ജിദുൽ ഹറാം. 1 റക്അത്തിന് 1,00,000 പ്രതിഫലമുള്ള മസ്ജിദുൽ ഹറാം. അതുപോലെ ഹജ്ജിൻ്റെ പ്രതിഫലം എന്താണ്? കുറ്റമറ്റ ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. കുറ്റമറ്റ ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഉംറത്തു ഫി റമളാനി തഅദീലുൽ ഹജ്ജ. എന്താണ്? റമളാനിലെ ഉംറ ഹജ്ജിന് സമാനമാണ്. റമളാനിലെ ഉംറ ഹജ്ജിന് സമാനമാണ്. മാച്ച് ചെയ്യാൻ വരും. ഉംറത്തു ഫി റമളാനി ഡാഷ് അപ്പുറം തഅദീലുൽ ഹജ്ജത്ത്. മനസ്സിലായില്ലേ? ഹജ്ജിന് സമാനമാണ് എന്ത്? റമളാനിലെ ഉംറ. മനസ്സിലാക്കുക. പരിശുദ്ധ കഅബയിലേക്ക് നോക്കുന്നത് പോലും പുണ്യമുള്ള കാര്യമാണ്. സഈ തുടങ്ങേണ്ടത് സഫായിൽ നിന്നാണ്. സഈ അവസാനിപ്പിക്കേണ്ടത് മർവയിലാണ്. ഹാജറ ബീവി സഫാ മർവക്കിടയിൽ ഓടി. മനസ്സിലാക്കുക. തൽബിയത്ത്, ഹജ്ജിൻ്റെയും ഉംറയുടെയും തൽബിയത്ത്, ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, ആ ദിക്ർ നന്നായി പഠിക്കുക. അറഫയിലാണ് എന്തുള്ളത്? ജബലുർ റഹ്മ. അറഫയിലാണ് ജബലുർ റഹ്മ. ജന്നത്തുൽ മുഅല്ല ഹദീജ ബീവിയുടെ ഖബർ മക്കയിലാണ്. ജബലുന്നൂർ ഹിറാ ഗുഹയിലാണ്. ജബലുന്നൂറിലാണ് ഹിറാ ഗുഹ. മിന ജംറത്തുൽ അക്ബ. മിനായിൽ നിന്ന് ജംറത്തുൽ അക്ബയെ എറിയൽ. മനസ്സിലാക്കുക. ജബലു സൗർ സൗർ ഗുഹയിൽ. ജബലു സൗറിലാണ് സൗർ ഗുഹ. മനസ്സിലാക്കുക. ഹജ്ജിന് ഇഹ്റാം ചെയ്തു. ദുൽഹിജ്ജ 8 ഹജ്ജിന് ഇഹ്റാം ചെയ്തു. മിനായിൽ രാപ്പാർത്തു. ദുൽഹിജ്ജ 9 രാവിലെ മിനായിൽ രാപ്പാർത്തു. അറഫയിൽ സംഗമിച്ചു. ദുൽഹിജ്ജ 9. അറഫയിലേക്ക് പോയത് ദുൽഹിജ്ജ 9. മുസ്ദലിഫയിൽ രാപ്പാർത്തു. ദുൽഹിജ്ജ 10 രാവിലാണ് മുസ്ദലിഫയിൽ രാപ്പാർത്തത്. ജംറത്തുൽ അക്ബയെ എറിഞ്ഞത് ദുൽഹിജ്ജ 10. ജംറത്തുൽ അക്ബയെ എറിഞ്ഞു. മനസ്സിലാക്കി പഠിക്കുക അതൊക്കെ കേട്ടോ. 5, 6, 7 ചാപ്റ്ററിൻ്റെ റിവിഷനുമായിട്ടാണ് ഇന്ന് ഈ പാഠഭാഗങ്ങൾ ചെയ്തത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത റിവിഷനുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.